നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കളമശ്ശേരി പാതാളത്തെ പഞ്ചായത്ത് കോളനിയിലെ ജനങ്ങൾ ദുരിതക്കയത്തിൽ. അങ്ങേയറ്റം ശോചനീയമായ സാഹചര്യങ്ങളോട് പടപൊരുതി 26 കുടുംബങ്ങൾ. സ്ഥലത്ത് ആകെയുള്ളത് ഒരു പൊതു ശൗചാലയം മാത്രം. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ നട്ടം തിരിഞ്ഞ നാട്ടുകാർ. സ്പാകളുടെ മറവിൽ അനധികൃതവും നിയമവിരുദ്ധവുമായ പ്രവൃത്തികൾ അനുവദിക്കില്ലെന്ന് തിരുവനന്തപുരം മേയറുടെ പ്രഖ്യാപനത്തിനു പിന്നാലെ നഗരത്തിൽ വ്യാപക പരിശോധന. നടപടി സ്പായിലെ ജീവനക്കാരി മേയർക്ക് നൽകിയ പരാതിയിൽ. സ്റ്റാച്യുവിലെ സ്പാ സെന്റർ കോർപ്പറേഷൻ പൂട്ടിച്ചു. പരിശോധന തുടരുന്നു. ക്രോസ് മസാജിംഗ് അടക്കം അനുവദിക്കില്ലെന്ന് കോർപ്പറേഷൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വമേധയെടുത്ത കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നു. ഇടക്കാല റിപ്പോർട്ട് SIT കോടതിയിൽ നൽകി. ഇതുവരെയുള്ള അന്വേഷണ വിശദാംശങ്ങളും റിപ്പോർട്ടിൽ. സ്വാഭാവിക ജാമ്യം തേടി N. വാസു അപേക്ഷ നൽകും. തന്ത്രി കണ്ഠരാജീവരുടെ ജാമ്യ ഹർജിയിലും ഇന്ന് വാദം നടക്കും. കൊല്ലം പുത്തൂരിൽ പെൺകുട്ടിക്ക് നേരെ ജോൽസിന്റെ ലൈംഗിക അതിക്രമം. മുരാരി തന്ത്രി എന്ന വേണ്ടാർ സ്വദേശി രാജൻ ബാബുവിനെതിരെ പോക്സോ കേസ്. ബാധ ഒഴിപ്പിക്കലിനായി അമ്മയ്ക്കൊപ്പം എത്തിയതായിരുന്നു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷും BJP കൗൺസിലർമാരും ഇന്ന് ഡൽഹിയിലേക്ക്. പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രിമാരായും ചർച്ച നടത്താൻ ശ്രമം. കേരളത്തിലെ മുഴുവൻ BJP ജനപ്രതിനിധികൾക്കും ഡൽഹിയിലേക്ക് ക്ഷണം. യാത്രാസംഘത്തിൽ R. ശ്രീലേഖയില്ല. അടച്ചുറപ്പില്ലാത്ത അങ്ങേയറ്റം ശോചനീയമായ ഇടത്താണ് 26 കുടുംബങ്ങൾ കഴിയുന്നത്. കളമശ്ശേരി പാതാളത്തെ പഞ്ചായത്ത് കോളനിയിലെ ദുരിതക്കാഴ്ചകൾ ആരെയും വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെ. കോളനിയിലെ 26 കുടുംബങ്ങൾക്കും കൂടി ആകെയുള്ളതോ ഒരു പൊതു ശൗചാലയം മാത്രം. കഴിഞ്ഞ നവംബറിലാണ് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം കേരള സർക്കാർ നടത്തുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഏലൂർ നഗരസഭയിലെ പാതാളം എന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പോഴും സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത, കിടപ്പാടമില്ലാത്ത, ടോയ്ലറ്റുകളില്ലാത്ത 26 കുടുംബങ്ങളുണ്ട്. അവരുടെ ദുരിത കാഴ്ചകൾ കണ്ടുവരാം. നഗരസഭ 11-ാം വാർഡിലെ പഞ്ചായത്ത് കോളനി ദുരിതങ്ങളുടെ ദുരന്തകഥ പേറുന്ന ഇടമാണ്. 26 കുടുംബങ്ങൾ അവിടെ ജീവിച്ചു തീർക്കുന്നത് സ്വന്തം സാഹചര്യങ്ങളോട് പടപൊരുതിയാണ്. ആകെയുള്ള 26 കുടുംബങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ളത് ഒരു പൊതു ശൗചാലയം മാത്രമാണ്. അവിടെയാകട്ടെ വേണ്ടത്ര സൗകര്യങ്ങൾ പോലുമില്ല. പ്രായമായവരും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. 45 വർഷമായി ഞങ്ങളിവിടെ വന്നിട്ട്. ഞങ്ങൾ അന്ന് തുടങ്ങി ഇന്ന് വരെ സ്വന്തമായിട്ടൊരു വീടും ഇല്ല, ഒരു അഡ്രസ്സും ഇല്ലാതിരിക്കുകയാണ്. എല്ലാ അഡ്രസ്സും ഉണ്ട്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, തിരിച്ചറി കാർഡ് ഉണ്ട്. പക്ഷെ വീട് മാത്രമില്ല. വീട് പണിത് വാടക കൊടുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം പറയാനായിട്ട് ഒരു സ്ഥലമില്ല ഞങ്ങൾക്ക് അത് ഇവിടെ തന്നെ കിട്ടിയിരിക്കണം. ഇവിടെ MLA വന്നിട്ടുണ്ടായി. MLA വന്ന് ബാത്റൂമിൻ്റെ അവിടെ വന്നപ്പോൾ അവിടെയുള്ളവരൊക്കെ കൂടി തടുത്തു കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് ഞങ്ങളോടൊന്ന് പറഞ്ഞു പോയതാണ്. പോയപ്പോൾ തന്നെ MLAനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. 2018 വെള്ളം കയറിയിട്ട് ഞങ്ങൾ സമനിരപ്പിൽ കിടക്കുകയായിരുന്നു. എല്ലാം വീടും പെരയൊക്കെ ആന്ധ്രാമന്ത്രി വന്നിട്ട് ഞങ്ങളുടെ വീഡിയോ കോളിലെടുത്ത് ഞങ്ങളെ അയച്ചു വിട്ടിട്ടാണ് ഞങ്ങൾക്ക് പെരയൊക്കെ വെച്ച് തന്നത്. അവർ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഞങ്ങൾക്ക് വോട്ടിൻ്റെ സീസൺ വരുമ്പോൾ അത് ചെയ്തു തരാം, ഒന്നും ചെയ്തു തന്നിട്ടില്ല. സർക്കാർ പറയണത് എന്താ, ഇതൊക്കെ മാർക്കറ്റിന് ഇതിനൊക്കെ കൊണ്ടുപോയി കൊടുക്കണമെന്നൊക്കെയാണ് പറയണത്. പക്ഷെ അത് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ കടന്നിട്ട് ഞങ്ങളെവിടെ പോകും? ഇവിടെ ഇവർക്കുണ്ടായിരുന്ന വീടുകളും മറ്റും പ്രളയത്തിലായിരുന്നു തകർന്നത്. 2018 ആന്ധ്രയിലെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു താൽക്കാലികമായെങ്കിലും ഇവർക്ക് വീടുകൾ വെച്ചു നൽകിയത്. ചെറിയ സൗകര്യങ്ങൾ മാത്രമുണ്ടായിരുന്ന വീടുകളായിരുന്നു അന്ന് അവർക്ക് വെച്ചു നൽകിയിരുന്നത്. ഈ വീടുകളിൽ ശൗചാലയങ്ങൾ അന്ന് നിർമ്മിക്കപ്പെട്ടിരുന്നില്ല. എറണാകുളം ജില്ലയിലെ ഏലൂർ നഗരസഭയിലെ 11-ാം വാർഡ് പാതാളം പഞ്ചായത്ത് കോളനിയാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. 26 കുടുംബങ്ങൾ 45-50 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവർക്ക് സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമിയോ കയറിക്കിടക്കാൻ ഒരു വീടോ ഇല്ല. 26 കുടുംബങ്ങളും ആശ്രയിക്കുന്നത് ഒരു പൊതു ശൗചാലയത്തെയാണ്. ഇവരുടെ ആവശ്യം
നഗരസഭയുടെ ഇടപെട്ട് നഗരസഭയുടെ ഭൂമി 2 സെൻറ്റ് ഭൂമി സർക്കാർ ഇവർക്ക് പട്ടയമായി നൽകുകയും ലൈഫ് ഭവന പദ്ധതിയിലോ PMAY പദ്ധതിയിലോ പെടുത്തി അവർ സ്വന്തമായിട്ട് വീട് നിർമ്മിച്ചോളാം എന്നാണ് അവർ പറയുന്നത്. സർക്കാർ തന്നെ മുൻകൈയെടുത്ത് അവർക്ക് 2 സെൻറ്റ് ഭൂമിയും വീട് നിർമ്മിച്ച് നൽകണം എന്നാണ് കൗൺസിലർ എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യം. പലയാവർത്തി സർക്കാരിനും സ്ഥലം MLAയ്ക്കും മുൻപിൽ ഇവരുടെ ദുരിതാവസ്ഥ പലപ്പോഴും കെട്ടഴിച്ചിട്ടുണ്ട്. ഗുരുതര അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ താമസിക്കുന്നുണ്ട്. റേഷൻ കാർഡും ആധാർ കാർഡും ഉൾപ്പെടെയുള്ള രേഖകൾ എല്ലാം തന്നെ ഉണ്ടെങ്കിലും സ്വന്തം പേരിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇവർക്കില്ല. തങ്ങളുടെ ദുരിത ജീവിതം ആരും കാണുന്നില്ലെന്ന പരിഭവമാണ് പഞ്ചായത്ത് കോളനിയിലെ നിവാസികൾക്കുള്ളത്. എനിക്ക് 2 സെൻറ്റ് ഭൂമി വീട് വേണം. എനിക്ക് അടുത്തൊരു കക്കൂസ് വേണം. എനിക്ക് ആരുമില്ല പിടിച്ചുകൊണ്ട് പോകാനും ബാത്റൂമിൽ പോകുന്നാണെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാനും ആരുമില്ല. എനിക്ക് 2 സെൻറ്റ് വീട് കക്കൂസ് വേണം. സ്വന്തമായി 2 സെൻറ്റ് സ്ഥലവും അടിച്ചുറപ്പുള്ള ഒരു വീടും ടോയ്ലറ്റുകളും മാത്രമാണ് ഇവരുടെ ആവശ്യം. കൊച്ചിയിൽ നിന്നും ആദർശ് മുക്കട, സി മലയാളം ന്യൂസ്. ആദർശ് തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആദർശ്, കളമശ്ശേരി പാതാളത്തെ പഞ്ചായത്ത് കോളനിയിലെ ദുരിതക്കാഴ്ച ആരെയും വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. നേരിട്ട് കണ്ടുപോയി അവിടുത്തെ ആളുകളുടെ റെസ്പോൺസൊക്കെ എടുത്തപ്പോൾ തന്നെ നമുക്ക് ആ വേദന മനസ്സിലാകുന്നുണ്ട്. കാരണം അത്രത്തോളം ആവശ്യമൊന്നും അവർ ചോദിക്കുന്നില്ല. അവർക്കൊരു തുണ്ട് സ്ഥലം, അവർക്കൊന്ന് ഉറങ്ങാൻ, സ്വതന്ത്രമായി ഒന്ന് ഉറങ്ങാൻ കെട്ടുറപ്പുള്ള ഒരു വീട്, ഒരു ശൗചാലയം, ഇത് മാത്രമാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. 26 പേര് എങ്ങനെയാണ് ഇത്രയും കാലം അവിടെ താമസിച്ചത് എന്നതാണ് അത്ഭുതകരമായ മറ്റൊരു കാര്യം. അക്ഷയ, നമ്മൾ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിദയനീയമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. ഏറ്റവും നമ്മുടെ ആ സ്റ്റോറിയിൽ തന്നെ അതിൻ്റെ അവസാനമായിട്ട് ആ പ്രായം ചെന്ന സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ അവരുടെ അവസ്ഥ അത്രമേൽ ദാരുണമായ ഒരു അവസ്ഥയാണ്. കാരണം 26 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. ഈ 26 കുടുംബങ്ങൾക്കും സ്വന്തമായി ശൗചാലയങ്ങളൊന്നും തന്നെയില്ല. ഒരു പൊതു ടോയ്ലറ്റ് മാത്രമാണ് ഈ 26 കുടുംബങ്ങൾക്ക് കൂടി അവിടെയുള്ളത്. അതല്ലാതെ മറ്റ് ഈ വീടുകളുടെ സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ തന്നെ അടിച്ചുറപ്പുള്ള വീടുകളൊന്നും തന്നെയില്ല. ഈ 26 വീടുകളുടെയും അവസ്ഥയും അതിശോചനീയാവസ്ഥയാണ്. പറയുമ്പോൾ വീടുകളെന്ന് പറയാമെന്നല്ലാതെ അവർക്ക് താമസിക്കുവാനുള്ള അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഈ വീടുകളിൽ ഇല്ല. 2018 പ്രളയമായിരുന്നു ഇവരുടെ എല്ലാവരുടെയും വീടുകൾ നഷ്ടപ്പെടുത്തുന്നത്. അന്ന് ഒരു പ്രധാനപ്പെട്ടൊരു മാധ്യമത്തിൽ വന്നൊരു വാർത്ത കണ്ട് ആന്ധ്രാപ്രദേശിലെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു ഇവർക്ക് താൽക്കാലിക വീടുകൾ നിർമ്മിച്ച് നൽകിയത്. എന്നാൽ അന്ന് വീടുകൾ നിർമ്മിച്ച് നൽകുമ്പോഴും അവർക്ക് വേണ്ട ശുചിമുറികളുടെ നിർമ്മാണം അന്ന് നടത്തിയിരുന്നില്ല. ഇപ്പോഴും അതേ സ്ഥിതിയിൽ തന്നെ തുടരുകയാണ്. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രിയാണ് ഈ പ്രദേശത്തിൻ്റെ MLA. അത്തരത്തിൽ അതും ഈ കളമശ്ശേരി എന്ന് പറയുന്ന ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പാതാളം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് 26 കുടുംബങ്ങൾ അതിദാരുണമായ അവസ്ഥയിലൂടെ ജീവിച്ചു പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു കാര്യം, ഈ 26 വീടുകളോട് ചേർന്ന് തന്നെയാണ് ഈ പ്രദേശത്തെ ഒരു പൊതു ശ്മശാനം കൂടി സ്ഥിതി ചെയ്യുന്നത്. ഈ പൊതു ശ്മശാനത്തിൻ്റെയും പൂക്കുഴലുകളുടെയും മറ്റും അവസ്ഥ അപകടകരാവസ്ഥയിലാണ്. ആ ഒരു ശ്മശാനം അവിടെയുള്ളത്. അതിനോട് ചേർന്നാണ് 26 വീടുകൾ. ഈ അല്പം ശക്തമായ ഒരു മഴ പെയ്താൽ ഈ വീടുകളിലേക്ക് അടക്കം വെള്ളം കയറാവുന്ന ഒരു അവസ്ഥയുണ്ട്. സാധാരണ നിലയിൽ മഴക്കാലത്തെല്ലാം ഈ വീടുകളിലേക്ക് ഉൾപ്പെടെ അത്രയും ശോചനീയമായ അവസ്ഥയിലുള്ള വീടുകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. അത്രമേൽ ദാരുണമായ അല്ലെങ്കിൽ അടച്ചുറപ്പില്ലാത്ത വീടുകൾ, വേണ്ട ശൗചാലയങ്ങളുടെ അപര്യാപ്തത കുറവ്, എത്രയോ വർഷങ്ങളായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ ഈ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. പല തവണ സ്ഥലം MLAയുടെയും അല്ലെങ്കിൽ അധികൃതരുടെയൊക്കെ മുൻപിലേക്ക് പോയി അവരുടെ സങ്കടങ്ങളുടെ കെട്ടഴിച്ചിട്ടും അതൊന്നും പരിഹരിക്കുന്ന ഒരു നിലയിലേക്ക് ഇതുവരെയും കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇവർക്ക് ഇപ്പോഴും നമ്മൾ ഉൾപ്പെടെയുള്ള നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് അവർക്ക് വലിയ ഒരു സൗകര്യങ്ങളുള്ള വീടൊന്നുമല്ല അവർ ആവശ്യപ്പെടുന്നത്. സ്വന്തം പേരിൽ ഒരു 2 തുണ്ട് ഭൂമിയാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർക്ക് അടച്ചുറപ്പുള്ള വീടുകളാണ് അവർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ശൗചാലയം, കക്കൂസ് ഉൾപ്പെടെയുള്ള ടോയ്ലറ്റുകളുടെ ആവശ്യകതയും ഒക്കെയാണ് അവർ നമ്മളോട് പങ്കുവച്ചത്. ഈ 26 വീടുകളിൽ പ്രായമായ ആളുകളുണ്ട്, ഗുരുതരമായ അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള ആളുകളുണ്ട്,
പെൺകുട്ടികളുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്. ഇവരുടെ എല്ലാം ഇതേ സമാനമായ സാഹചര്യം നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ തന്നെ ഈ വീടുകളുടെയും അതോടൊപ്പം തന്നെ ശൗചാലയങ്ങളുടെയൊക്കെ അവസ്ഥ കൃത്യമായി തന്നെ കാണുന്ന ആർക്കും മനസ്സിലാവും. കാണുന്ന ഏതൊരാളെ സംബന്ധിച്ചും ആദർശ്, ഒരു ഏറെ വിഷമം സംശയം. ഈ നൽകുന്ന 26 കുടുംബങ്ങളും ഇതുവരെയായിട്ടും ഇത്രയധികം കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ അവരോട് മാന്യമായിട്ടുള്ള രീതിയിൽ ആവശ്യപ്പെട്ടപ്പോഴൊന്നും അവർ ഒട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്നാണോ പറയുന്നത്? മാത്രമല്ല, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇവർ നേരിടുന്നുണ്ടാകില്ലേ? അക്ഷയ, 26 കുടുംബങ്ങളും നിലവിൽ താമസിക്കുന്ന ഈ പ്രദേശമെന്ന് പറയുന്നത് ഏലൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്തിൻ്റെ ഉടമസ്ഥാവകാശം ഇതുവരെയും ഇതിൽ പല കുടുംബങ്ങളും 45ഉം 50ഉം വർഷമൊക്കെ ആയിട്ട് ഈ പ്രദേശത്ത് തന്നെ തുടർച്ചയായി താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ ഇതുവരെയും ഇവർക്കാർക്കും പട്ടയം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇതിൽ പലരും നമ്മൾ സംസാരിച്ച പലരും 50 വർഷക്കാലമൊക്കെ ആയിട്ട് ഇവിടെ താമസിക്കുന്നവരുണ്ട്. തലമുറകളായി തന്നെ ഇവിടെ ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്നവരുണ്ട്. ഇവരെല്ലാം ചെറിയ തോതിൽ അവരാൽ കഴിയുന്ന നിലയിൽ വീട് വെച്ച് താമസിക്കുകയായിരുന്നു. ഇതിനിടയിലായിരുന്നു പ്രളയം ഉണ്ടാകുന്നതും പ്രളയത്തിൽ വെള്ളം കയറുകയും ഇവരുടെ വീടുകളെല്ലാം തകർന്നു പോവുകയും ചെയ്യുന്നു. പിന്നീടാണ് ആന്ധ്ര ഡെപ്യൂട്ടി സ്പീക്കറുടെ ഒരു സഹായത്തിൽ നിന്നും ഇവർക്ക് അവിടെ വീടുകൾ ഉണ്ടാകുമ്പോഴും വേണ്ടത്ര ശുചിമുറികളോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും തന്നെ അവിടുത്തെ ജനങ്ങൾക്കില്ല. ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത് ഒരു പൊതു ശൗചാലയം മാത്രമാണ്. ഈ 26 കുടുംബങ്ങൾക്കുമുള്ളത് ആ ഏക ശൗചാലയം മാത്രമാണ്. ഇതിൽ രോഗികളായിട്ടുള്ളവർ, പ്രായം ചെന്നവർ, കുട്ടികൾ ഇവർക്കൊന്നും ഈ ശൗചാലയം ഉപയോഗിക്കുന്നത് എത്രമേൽ പ്രായോഗികമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നേരിട്ട് പോയി കണ്ട ഒരാളെന്ന നിലയിൽ, അവിടുത്തെ ആളുകളോട് സംസാരിച്ച ഒരാളെന്ന നിലയിൽ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ, ആ പ്രദേശത്തുള്ള 26 കുടുംബങ്ങളിലെയും അവസ്ഥ എന്ന് പറയുന്നത് അങ്ങേയറ്റം ദാരുണമാണ്. ഏതൊരാളെ സംബന്ധിച്ചും തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ അവിടുത്തെ കൗൺസിലർ ജോസഫ് ഷെറി കൂടെ ചേരുന്നുണ്ട്. ശ്രീ ജോസഫ്, അടച്ചുറപ്പില്ലാത്ത അങ്ങേയറ്റം ശോചനീയമായ ഒരു കാഴ്ച തന്നെയാണ് കളമശ്ശേരി പാതാളത്തെ ഓരോ കുടുംബത്തിലെയും അവരുടെ അവസ്ഥ കാണിക്കുന്നത്. ഈ പാതാളം എന്ന് പേരിട്ടതുകൊണ്ടാണോ ആരും തിരിഞ്ഞു നോക്കാത്തത്? ഈ വോട്ട് ചോദിക്കാൻ മാത്രമായി എല്ലാവരും എത്തുമ്പോൾ ഈ കുടുംബങ്ങളെ ആരും കാണുന്നില്ലേ? ഇതുവരെ അവരുടെ പരാതി പരിഹരിക്കാൻ ഒരു മാർഗവും ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ലേ? വർഷം അല്ലെങ്കിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ വന്ന് അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരുടെ വോട്ട് നേടിക്കൊണ്ട് പോവുകയല്ലാതെ ജയിച്ചു കഴിഞ്ഞാൽ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു സമ്പ്രദായമാണ് പാതാളം പഞ്ചായത്ത് കോളനി നിവാസികൾ അനുഭവിച്ചു വരുന്നത്. 26 കുടുംബങ്ങൾ, ഏകദേശം 130 പേര് പുഞ്ചട ലെവലിലാണ് കിടക്കുന്നത്. വർഷത്തിലെ 6 ദിവസം എല്ലാ വർഷവും ആ വീടുകളിൽ വെള്ളം കയറും. ആ സമയത്ത് അവര് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുകയാണ് ചെയ്തത്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കാലത്ത് കഞ്ഞിയിൽ ചെറുപയറിട്ട് കൊടുക്കുക എന്നതല്ലാതെ അത് തന്നെ രാത്രിയും കൊടുത്താണ് ആ പാവങ്ങൾ ഇത്രയും വർഷം പോയിക്കൊണ്ടിരുന്നത്. 2018 പ്രളയത്തില് വീടുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥലത്തെത്തി ഈ വിഷയത്തെ കണ്ട് സങ്കടം തോന്നിയിട്ട് 16 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു. പക്ഷെ ജില്ലാ കളക്ടറോ സംസ്ഥാന സർക്കാരോ ഇല്ലെങ്കിൽ ഈ നാട്ടിലെ ജനപ്രതിനിധികളോ MLA യോ മന്ത്രിയായ MLA യോ ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇപ്പോഴും ഈ വിഷയങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ വന്നിട്ട് സ്ഥലം MLA യും മന്ത്രിയുമായ പി രാജീവ് ഒറ്റയ്ക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവരുടെ ആവശ്യം, അവര് 40-45 വർഷമായിട്ട് താമസിക്കുന്ന ആ ഭൂമിയില് 2 സെന്റെങ്കിൽ 2 സെന്റ് ഭൂമി അവർക്ക് പട്ടയം നൽകി കഴിഞ്ഞാൽ അവർക്ക് PMAY പദ്ധതിയിലോ ലൈഫ് ഭവന പദ്ധതിയിലോ അവർ സ്വന്തമായിട്ട് വീട് വെക്കും. അതിനവർ തയ്യാറാണ്. അതല്ലെങ്കിൽ ആ ഭൂമിയിൽ 2 സെന്റ് ഭൂമിയിൽ നികത്തി വെള്ളം കയറാത്ത വിധത്തിൽ ഹൈറ്റ് ഉണ്ടാക്കി അവർക്ക് വീട് വെച്ച് സർക്കാർ നൽകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. എറണാകുളം ജില്ലയില് TJ വിനോദ് MLA ഇടപെട്ടിട്ട് എറണാകുളം ജില്ലയിലെ സർവേ നമ്പർ 75/6, 75/7 എന്നിവപ്പെട്ട 27.43 അവിടെ താമസിക്കുന്ന പാരഡൈസ് നഗർ നിവാസികൾക്ക് 44 കൈവശക്കാർക്ക് പട്ടയം അനുവദിച്ചു ഈ സർക്കാർ. 1995 മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയകളിലെ ഭൂമി പതിവ് ചട്ടങ്ങളിലെ ചട്ടം 21 2 പ്രകാരം സർക്കാർ നിക്ഷിപ്തമായ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഈ തീരുമാനം. ഇത് ആ MLA മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയതുകൊണ്ടാണ് അവർക്ക് ഈ പട്ടയം ലഭിച്ചത്. ഈ സ്ഥലം MLA യും മന്ത്രിയുമായ പി രാജു ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവർക്ക് കൊടുത്ത അതേപോലെയുള്ള ആനുകൂല്യങ്ങൾ ഈ പാവപ്പെട്ടവരായ 26 കുടുംബങ്ങൾക്ക് കിട്ടും.
ഒരു ടോയ്ലറ്റ് ആകെ വർഷങ്ങളായിട്ട് അവരൊരു പൊതു ശൗചാലയത്തിൽ 2 ശൗചാലയങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കിണറില്ല, കുടിവെള്ളവും മറ്റ് സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ? ഇല്ല, ശൗചാലയ മുറി ഇല്ല. അവര് പണ്ടത്തെ കാലത്തൊക്കെ റോഡ് വക്കിലായിരുന്ന കാര്യങ്ങൾ സഹായിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്ത് പൊതു ടോയ്ലറ്റ് പണിത് കൊടുത്തത്. പൊതു ടോയ്ലറ്റ് പണിത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഏത് കെട്ടിടം പണിതാലും സെപ്റ്റി ടാങ്ക് അടക്കം പണിയുള്ളൂ. പക്ഷെ ഇവിടെ പണിതിട്ടുള്ള ശൗചാലയത്തിന് സെപ്റ്റി ടാങ്ക് ഇല്ല. നേരെ പുഞ്ചപ്പാടത്തേക്ക് തുറന്നു വെച്ചേക്കണായിരുന്നു. ഞാൻ കൗൺസിലറായി കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വിഷയം കണ്ട് മുനിസിപ്പാലിറ്റിയിൽ വന്ന് ഒറ്റപ്പാടും ബഹളവും ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ 6 ലക്ഷം രൂപ മുടക്കിയിട്ട് സെപ്റ്റി ടാങ്ക് നിർമ്മിക്കുന്നത്. ഈ കളമശ്ശേരിയിലെ ഈ ഒരു സ്ഥലം നമുക്കറിയാം, അത്രത്തോളം സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ദുരവസ്ഥ അനുഭവിക്കുന്ന 26 കുടുംബങ്ങൾ താമസിക്കുന്നത്. ഇവിടെ ആശാപ്രവർത്തനം അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇവരുമായി നേരിട്ട് സംവദിക്കാൻ മറ്റ് അംഗങ്ങളൊന്നുമില്ലേ? ഇവർക്ക് പുറത്തു പോയി പഠിക്കാൻ അങ്ങനെ വിദ്യാസമ്പന്നരായ കുടുംബങ്ങൾ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടോ? ഇതിന് വിദ്യാഭ്യാസമുള്ള 4 ഡിഗ്രി ഹോൾഡേഴ്സ് അതിനകത്തുണ്ട്. വിദ്യാഭ്യാസം ഇത് പോകുന്നുണ്ട്. ആശാവർക്കർമാരെല്ലാം വരുന്നുണ്ട്. അവിടെ താമസിക്കുന്നതിനകത്ത് ഒരു TV രോഗിയുണ്ട്, ക്ഷയബാധിതൻ. മറ്റുള്ള അസുഖങ്ങൾ, പ്രായമായിട്ടുള്ള 2 വിധവകളുണ്ട്. 75 വയസ്സ് പ്രായമായിട്ടുള്ള 2 വിധവകൾ താമസിക്കുന്നുണ്ട്. പെൻഷന് മാത്രം ഏക ആശ്രയമായിട്ട് ജീവിക്കുന്നവര്. അവര് രാത്രിയൊക്കെ എന്തെങ്കിലും വയറിന് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ 100 മീറ്റർ നടന്ന് വടി കുത്തിപ്പിടിച്ച് ടോയ്ലറ്റിൽ പോവും? ഇതെല്ലാം സർക്കാർ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞ് കെട്ടിഘോഷിച്ചിട്ടും ഈ 26 കുടുംബങ്ങളെ തിരിഞ്ഞു നോക്കാനായിട്ട് പ്രാദേശിക CPM-ന്റെയോ LDF-ന്റെ നേതാക്കളോ വന്നിട്ടില്ല. ഈ വിഷയം സ്ഥലം MLA-യുടെയോ മന്ത്രിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. ഇവർക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്ന് പോലും അറിയേണ്ടി ഇനിയും ചോദിച്ചാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും അല്ലേ? ഇല്ല, പാതാളം എന്നതറിയാം. പാതാളം ജംഗ്ഷൻ അത്യാവശ്യം ESA ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാതാളം അറിയാം. പക്ഷെ ഈ പഞ്ചായത്ത് കോളനി എവിടെയെന്ന് ചോദിച്ചാൽ MLA-ക്ക് അറിയാൻ പറ്റില്ല. നഗരസഭ ചെയർമാൻ, കഴിഞ്ഞ പ്രാവശ്യത്തെ നഗരസഭ ചെയർമാനും ഈ പ്രാവശ്യത്തെ നഗരസഭ ചെയർപേഴ്സണും ഈ വിഷയം ഉണ്ടായിട്ട് ഈ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയെല്ലാം കൊട്ടിഘോഷിച്ചിട്ട് പത്രമാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ വന്നിട്ട് പോലും ഈ പാവങ്ങളെ വന്ന് ഒന്ന് നോക്കാനുള്ള മനസ്സ് പോലും നഗരസഭ തയ്യാറില്ല. ബദൽ മാർഗം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറി താമസിക്കാനുള്ള ഒരു സൗകര്യമായിരിക്കുമോ ഇനി ഇവർക്ക് കൂടുതൽ ഗുണം ചെയ്യുക ഭാവിയിലേക്ക്? നഗരസഭ 1 ഏക്കർ ഭൂമി ഏലൂർ ഫെറിയില് ജനറൽ വിഭാഗത്തിന് വീട് വെക്കാനായിട്ട് 15 കൊല്ലം മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. 1 രൂപ അതിനു വേണ്ടിയിട്ട് ക്ലീനിങ്, കോമ്പൗണ്ട് വാളോ കെട്ടാന് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അത് ഇവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറമാണ് ഇത്. ഇവര് കൂലിവേല ചെയ്യുന്നതാണ്. വർഷങ്ങളായിട്ട് പാതാളത്തെ കൂലിവേല എടുത്ത് ജീവിക്കുന്നവര് വികസനം എന്തെന്ന് എത്തി നോക്കാത്ത ഏലൂർ ഫെറിയിലേക്ക് ഇവരെ പറിച്ചു നടാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ഇവര് ആധാർ കാർഡും കാര്യങ്ങളെല്ലാം പാതാളം അഡ്രസ്സിലാണ്. ഇവരുടെ കുട്ടികളെല്ലാം പഠിക്കുന്നത് പാതാളം സ്കൂളുകളിലും സമീപ സ്കൂളുകളിലുമാണ്. അപ്പോൾ ഇവിടെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ലോകത്ത് ഈ നഗരസഭയുടെ ഭൂമിയാണിത്. നഗരസഭയുടെ ഭൂമിയാണ്, കൊച്ചി കോർപ്പറേഷന്റെ ഭൂമിയാണ്. ഇപ്പൊ 44 കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തത്. എന്തുകൊണ്ട് അവർക്ക് പട്ടയം കൊടുത്തുകൂടാ? 2 സെന്റ് ഭൂമി വീതം അർഹരായിട്ടുള്ളവര് അത് വന്ന് ഉദ്യോഗസ്ഥര് വന്ന് നോക്കിയിട്ട് ഇതിനകത്ത് അർഹത ഇല്ലെങ്കിൽ അവർക്ക് കൊടുക്കണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അവിടെ ഇപ്പോഴും ഈ ദുരിതം അനുഭവിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് മുൻഗണനാ പ്രകാരം 2 സെന്റ് ഭൂമി വീതം കൊടുക്കുക. ബാക്കിയുള്ളവരെ വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ജോസഫ് ഈ അവസരത്തിൽ പ്രതികരിച്ചാൽ. എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ അവിടുത്തെ പ്രദേശവാസി കൂടിയായ വിനോദ് കൂടെ ചേരുന്നത്. ശ്രീ വിനോദ്, കളമശ്ശേരി പാതാളത്തെ ദുരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 26 കുടുംബങ്ങൾ എങ്ങനെ ഇത്രയും കാലം അവിടെ ജീവിച്ചു എന്നത് തന്നെയാണ് ചോദ്യം ചിഹ്നമായി മാറുന്നത്. ഇതുവരെയായിട്ടും ഒരു ഭരണാധികാരികളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത്ഭുതമാണ്. എന്താണ് അവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥ? എങ്ങനെയാണ് ഇതിനെതിരെ നിങ്ങൾ പ്രതികരിച്ചതും? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ പാതാളം സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവറാണ്. ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. 2020 കോവിഡ് വന്ന സമയത്ത് റാപ്പിഡ് RRT മെമ്പറും കൂടിയാണ്. ഞാൻ അവിടെ ഓട്ടം പോയും അല്ലാതെയും അവിടുത്തെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള പരിചയത്തിൽ അവിടെ ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ ഉള്ളത്. പിന്നെ
ഈ പ്രായമായിട്ടുള്ള അവിടെ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ജീവിക്കാനൊക്കെ എല്ലാവർക്കും? മഴ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം, ഒരു ദിവസം വേണ്ട, ഒരു ദിവസം നല്ല രീതിക്ക് പെയ്താൽ മുറ്റത്ത് വെള്ളം എത്തും. രണ്ടാമതും പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വീടുകളിൽ വെള്ളം. അതായത് അവിടെയുള്ള ആൾക്കാർ സ്കൂളുകൾ അറിയാമോ? എന്താണ് കുടിവെള്ളമൊക്കെ അവർക്ക് എങ്ങനെ ലഭ്യമാകുന്നു? കുടിവെള്ളം ആകെ ഒരു പൊതു പൈപ്പ് ഉണ്ട്. ആ പൈപ്പിലുള്ള വെള്ളമാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. 26 കുടുംബവും യൂസ് ചെയ്യുന്നത്. ഈ 26 കുടുംബങ്ങളും പൊതു ശൗചാലയം ഒരെണ്ണം അത് മാത്രമാണല്ലേ? ഈ സ്ത്രീകളും ഒരെണ്ണം ഉള്ളൂ, ഒരേ ഒരു ഇതുള്ളൂ. ഞാൻ 2020 കോവിഡ് വന്ന സമയത്ത് ഞാൻ RRT അംഗമായിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ 26 കുടുംബങ്ങളും ഈ ഒരൊറ്റ, അതായത് പരസ്പര ബന്ധം പാടില്ല. നമുക്ക് ആ സമയത്ത് അറിയാലോ, അപ്പൊ കോവിഡ് വന്ന സമയത്ത് നമ്മള് പരസ്പരം ബന്ധത്ത് ഇത് പാടില്ല. ആ സമയങ്ങളില് ഈ 26 കുടുംബത്തിലെ ആളുകളും തൊട്ടടുത്തുള്ള മറ്റേ കോളനി താമസിക്കുന്ന ആളുകളൊക്കെ എല്ലാവരും ഇതേ ബാത്റൂം തന്നെ യൂസ് ചെയ്തിരുന്നത്. അത് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയധികം കാലമായിട്ടും ഒരു ജനപ്രതിനിധികളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലേ? നോക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് ഇവരുടേതായ വാഗ്ദാനങ്ങൾ തന്നിട്ട് പോവുക അല്ലാണ്ട്. ഇപ്പൊ ഈ ഇലക്ഷന് വന്ന സമയത്തും അവിടെ ഞാൻ അന്വേഷിച്ച സമയത്ത് വന്നിട്ടുണ്ട്, അവർക്ക് ഫ്ലാറ്റ് വെച്ചു കൊടുക്കാം, വീട് വെച്ചു കൊടുക്കാം എന്നൊക്കെ പറച്ചിലല്ലാതെ ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പട്ടയം തരാമെന്ന് പറഞ്ഞിട്ടാണ് മന്ത്രി തന്നെ വന്നിട്ടുള്ളത്. ഈ വോട്ട് ചോദിച്ചു വരുമ്പോൾ വലിയൊരു ജനപ്രതിനിധികളുടെ ഒരു പ്രവാഹമുണ്ട്, എന്നാൽ അത് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് അവിടുത്തെ ആളുകളുടെയൊക്കെ ഒരു പരാതി. അപ്പോൾ ഇവർ കൂടുതൽ ആവശ്യങ്ങളുമായിട്ട് അവിടെ സമീപിക്കുമ്പോഴൊക്കെ അവർക്ക് കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു രീതിയിൽ തന്നെ അതെനിക്ക് തോന്നുന്നു 90 വയസ്സിന് മുകളിലുള്ള പ്രായമായവരൊക്കെ അവിടെ ഉണ്ട്. അവരുടെയൊക്കെ ഒരു തീർച്ചയായിട്ടും 100 മീറ്റർ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ 100 മീറ്റർ ആണ് അവരുടെ ഈ ബാത്റൂമിൽ പോകാനുള്ള ഇത്. അത് ഈ വടികുത്തി പിടിച്ചും എല്ലാതെയും പോകുന്നത് കാണുമ്പോൾ തന്നെ സങ്കടമാണ്. ഞാനവിടെ സ്ഥിരം ഓട്ടം പോയും രാവുമ്പോൾ അല്ലാതെ ഓട്ടം വിളിക്കുമ്പോൾ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥയാണ്. പക്ഷേ ഇത്രയും 26 കുടുംബങ്ങളുണ്ട്, ഏകദേശം 100-ന് മുകളിൽ ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു സംഘടിതമായിട്ട് തന്നെ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ പോയിക്കൂടെ? അവരിങ്ങനെ മൗനമായിട്ട് അവർ ഇങ്ങനെ ആവശ്യങ്ങൾ പറയുക എന്നല്ലാതെ മറ്റേതെങ്കിലും രീതിയിലേക്ക് അവർ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? ഇവിടെ പല സ്ഥലങ്ങളിൽ വന്ന് നിന്ന് താമസിക്കുന്ന ആൾക്കാരാണ്. 40-45 വർഷമായിട്ടുണ്ടെങ്കിലും ഇവർക്ക് പേടിയാണ്, ഉള്ളിൽ പേടിയാണ്. ഇന്നോ നാളെ ഇവർ പറഞ്ഞു വിടും ഈ രാഷ്ട്രീയക്കാർ വന്നിട്ട് ഭീഷണിപ്പെടുത്തലാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവരെ പറഞ്ഞു വിടും എന്നുള്ളൊരു പേടിയുണ്ട്. ഇവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ടാണ് ഇവർ മുന്നിട്ട് ഇറങ്ങാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എല്ലാവരും വരുമ്പോൾ പറയും, തുറന്ന് പറയും, പറഞ്ഞത് മാത്രം പോരല്ലോ. പക്ഷെ ഇത് ഇവര് അത് വിലക്കെടുക്കത്തില്ല, രാഷ്ട്രീയക്കാരായാലും ഇവിടുത്തെ പൊതുപ്രവർത്തകരായാലും. ഇവര് ജോലിയൊക്കെ എങ്ങനെയാണ്? ജോലിയൊക്കെ ഉണ്ടോ ഇവർക്കൊക്കെ? എല്ലാവരും കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഈ അന്നുള്ള കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാർ. ആരെങ്കിലും വീട്ടിൽ വയ്യാതെ വന്നു കഴിഞ്ഞാൽ അവരെ കൂട്ടിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതുപോലെ ബാത്റൂമിന്റെ കേസായാലും എന്തെങ്കിലും ഇപ്പൊ ഒരാൾക്ക് ഒരു കാല് പാടില്ല അത്യാവശ്യം വന്നു കഴിഞ്ഞാല് അവർക്ക് ശൗചാലയത്തിൽ പോണിടാണ്ട ഇത് വേണമല്ലോ, സഹായം വേണമല്ലോ. അപ്പൊ അപ്പോഴും ഈ വീട്ടില് പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ പ്രദേശവാസികളായ നിങ്ങൾ എല്ലാവരും ചേർന്ന് അവർക്കൊരു ആശ്വാസമായിരിക്കും അല്ലേ? പലപ്പോഴും പല ദുരിതാവസ്ഥകൾക്കും അവർക്ക് വഴികാട്ടിയാകുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. ഉണ്ട്. നമ്മളാലാകുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. തീർച്ചയായും. വളരെയധികം നന്ദി വിനോദ് ഈ അവസരത്തിൽ പ്രതികരിച്ചത്. എന്തായാലും കളമശ്ശേരി പാതാളത്തെ പഞ്ചായത്ത് കോളനിയിലെ ദുരിത കാഴ്ചകളാണ് കണ്ടത്. 26 കുടുംബങ്ങളാണ് ഇത്രയധികം കാലമായിട്ട് അവിടെ നിന്നൊന്ന് കരകയറാൻ ശ്രമിക്കുമ്പോൾ നിവൃത്തിയില്ലാതെ വീണ്ടും അവിടെ താമസിച്ചു പോകുന്നത്. പല ആവർത്തി സർക്കാരിനും സ്ഥലം MLAക്കൊക്കെ ഇവർ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും പരാതിയായി കെട്ടിക്കിടക്കുന്നു എന്നല്ലാതെ മറ്റൊരു മാറ്റവും അവിടെ നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇപ്പോൾ പൊതുപ്രവർത്തകൻ NA മുഹമ്മദ് കുട്ടി കൂടെ ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് കുട്ടി, കളമശ്ശേരിയിലെ പാതാളത്തെ കാഴ്ച ഏറെ ഞെട്ടലുണ്ടാക്കുന്നതാണ്. 26 കുടുംബങ്ങൾ എങ്ങനെയാണ് അവിടെ താമസിക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം. ഒരു പൊതു ശൗചാലയവും അതിനെ ചുറ്റിപ്പറ്റി കുറേയധികം വീടുകളും, ആ വീടുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിലാണ്. കൊച്ചുകുട്ടികളും പ്രായമായവരും എല്ലാവരും അവിടെയാണ് താമസിക്കുന്നത്. എങ്ങനെയാണ് ഈ സർക്കാരും അധികൃതരും ഒന്നും ഇതിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇത് 40 വർഷത്തിൽ കൂടുതലായി അവിടെ താമസിക്കുന്നവരാണ് ഇതിൽ മിക്കവരും. ഈ 40 വർഷമായിട്ടും അവർക്കൊരു കോമൺ ടോയ്ലറ്റ് അല്ലാതെ മറ്റൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ഒരു വീട് ഇതുപോലെ കെട്ടാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ ഓരോരുത്തരായിട്ടും ഇതുപോലെ പഞ്ചായത്തിൽ നിന്ന് അന്നത്തെ ഓരോ കൗൺസിലേഴ്സിന്റെ സഹായത്തോടു കൂടി ഇത്രയധികം വീടുകൾ അവിടെ വന്നു. പക്ഷെ വരുമ്പോൾ
പഞ്ചായത്ത് തന്നെ അങ്ങനെ അനുമതി കൊടുത്തോടെ പണിയുമ്പോൾ, ഇപ്പോൾ പ്രളയകാലത്ത് ആന്ധ്രയിലൊരു ഡെപ്യൂട്ടി സ്പീക്കർ ആരോ അതിന് ഫണ്ട് ചെയ്തു, അത് പഞ്ചായത്തിന് നേതൃത്വത്തിൽ തന്നെയാണ് അതും വെച്ചു കൊടുത്തത് എന്നുള്ളതാണ് എൻ്റെ അറിവ്. പക്ഷെ അപ്പം പോലും ഈ പൊതു ശ്മശാനം ഈ പൊതു ശൗചാലയം എന്നുള്ള അതിൻ്റെ നിന്നും മാറ്റി ഓരോ വീടിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണമായിരുന്നു. മാത്രമല്ല ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്, ഇതിനടുത്ത് തന്നെയാണ് കിണറുകളുമുള്ളത്. മാത്രമല്ല തൊട്ടടുത്തൊരു ശ്മശാനമുണ്ട്, അതുപോലെ തന്നെ വേറെ കോളനികളുണ്ട്. കോളനികൾ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ റൂമിൽ 10-15 ആളുകൾ, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നിറഞ്ഞു നിന്ന് താമസിക്കുന്ന ഒരു ഏരിയയാണ്. മാത്രമല്ല അവിടുത്തെ പ്രശ്നം എന്താണെങ്കിൽ രാത്രി ആ വഴിയിലൂടെ ആൾക്ക് പോകാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട്. കൃത്യമായിട്ട് ഇതിന്റെ തൊട്ടടുത്ത് മുനിസിപ്പാലിറ്റി തന്നെ ഒരു വലിയ പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് റോഡ് സൈഡിൽ, വലിയ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട്. അപ്പൊ അത്ര പോലും വരണ്ട ഇവർക്ക് ഈ ശൗചാലയം ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പൊ ജനങ്ങൾക്ക് കാണുന്ന സ്ഥലങ്ങളിൽ വലിയ പാർക്ക് ഉണ്ടാക്കി മുനിസിപ്പാലിറ്റി പേരും MLA പേരും വെച്ച് നടത്തുക എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് ഒപ്പം എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും MLA തന്നെ ഇവിടെ ബസ് സ്റ്റോപ്പുകളും AC ബസ് സ്റ്റോപ്പ് അടക്കം, എന്നിട്ട് അതിന്റെ മുകളിൽ ഒപ്പം എന്ന് പറഞ്ഞിട്ട് വെച്ചുകൊണ്ട് ഈ പരസ്യമായി പലതും ചെയ്യാണ്. അപ്പൊ സാധാരണ ജനങ്ങളുടെ മുഖ്യമായ ആവശ്യങ്ങൾ ശ്രദ്ധിക്കാതെ അതിലോട്ട് താഴോട്ട് ചെല്ലാതെ പേരെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇതുവരെ. അത് തന്നെയാണ് പല ആവർത്തി സർക്കാരിനും സ്ഥല MLA-ക്കൊക്കെ ഇവർ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അതൊക്കെ പരാതിയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഒരു മോചനവും ഇവർക്ക് ഇതിൽ നിന്നുമില്ല. എന്താണ് പൊതുപ്രവർത്തകർക്കെല്ലാം MLA അവിടെ ചെന്നിട്ടത് കണ്ടപ്പോ പറഞ്ഞു അതൊക്കെ ചെയർമാനും ബാക്കിയുള്ളവരൊക്കെ വേണ്ട ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോയി എന്നുള്ളതാണ്. ഞാൻ അവിടുത്തെ ഒരു മുൻപുള്ള നേതൃത്വം ഒരു കൗൺസിലർ ഞാൻ വിളിച്ച് ചോദിച്ചോ പറഞ്ഞത് അതാണ് എന്നോട്. എന്നല്ലാതെ അതിനുവേണ്ടി നടപടി എടുത്തിട്ടില്ല. ഇപ്പൊ എന്തെല്ലാം ഒപ്പം എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങളാ ഒപ്പം, എവിടെയാണ് ഒപ്പമുള്ളത്? അതായത് ഇവിടുത്തെ ഇൻഡസ്ട്രി മുഴുവൻ പൂട്ടി പോവാണ്. മനസ്സിലായോ? ഇൻഡസ്ട്രി ഇവിടെ നിന്നുള്ള ആളുകൾ, പണ്ട് തൊഴിലാളികൾ ഒട്ടനവധി മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റി, മേലൂർ തന്നെ. അപ്പുറത്തെ ഇൻഡസ്ട്രീസ് ലാൻഡ് ഇന്ന് അവരൊന്നും ഇല്ല. അപ്പോഴത്തേക്കും ഇപ്പൊ അതിലെല്ലാം ഇപ്പോ മറിച്ച് ഇത്തരത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് ആണ് താമസിക്കുന്നത്. വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അവരുടെ. ഇവിടെ അസുഖങ്ങൾ കൂടുന്നതിന്റെ മുഖ്യ കാരണം ഇതാണ്. സർക്കാർ മറ്റെന്തെല്ലാം ചെയ്താലും കുടിവെള്ളം നൽകുക, അതുപോലെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ അസുഖം ബാക്കിയുള്ളവർക്കും, അത് പൊതുജനത്തിന് മുഴുവൻ ആർക്ക് അസുഖം വന്നാലും മറ്റത് അടുത്ത ആളുകളിലേക്ക് പകർന്നു കൊടുക്കണമല്ലോ. തീർച്ചയായും അതിനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ടാക്കുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. എന്തായാലും അടച്ചുറപ്പില്ലാത്ത അങ്ങേയറ്റം ശോചനീയമായ ഇടത്താണ് 26 കുടുംബങ്ങൾ കഴിയുന്നത്. കളമശ്ശേരി പാതാളത്തെ പഞ്ചായത്ത് കോളനിയിലെ ദുരവസ്ഥയാണ് ഏവരും കണ്ടത്. വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കോളനിയിൽ 26 കുടുംബങ്ങൾക്കും കൂടി ആകെയുള്ളത് ഒരു പൊതു ശൗചാലയം മാത്രമാണ്. നിരവധി തവണ ഇവർ സർക്കാരിനും മറ്റധികൃതർക്കും പരാതിയും നിവേദനമെല്ലാം നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും അവർക്ക് അതിൽ നിന്നൊരു മോചനം ലഭ്യമായിട്ടില്ല. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.